നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അതിലെ പേജ് നമ്പർ 30-ലെ ക്വസ്റ്റ്യൻസ് 3rd-ഉം 4th-ഉം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We have seen how we can go on drawing right triangles like this. What are the lengths of the sides of the 10th triangle in this pattern? How much more is the perimeter of the 10th triangle than that of the 9th? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ പാറ്റേൺ തുടരുകയാണെങ്കിൽ 10th ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് സൈഡ്സ് എന്തായിരിക്കും, അതുപോലെ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും. ഇപ്പോൾ ഇവിടെ 4 റൈറ്റ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. 1 മീറ്ററാണ് തന്നിരിക്കുന്ന സൈഡ്സ് എല്ലാം. നമുക്കിവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഓരോന്നിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് അല്ലേ. ഫസ്റ്റ് ട്രയാങ്കിൾ ഇതിൻ്റെ 2 സൈഡ്സ് 1 മീറ്ററാണ്. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ല, അത് നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തു ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. അതുപോലെ അടുത്ത ഇതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സൈഡ്സ് എല്ലാം 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ട്രയാങ്കിൾ, ഇത് ഫോർത്ത് ട്രയാങ്കിൾ. ഇതെങ്ങനെ പോവുകയാണെങ്കിൽ 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എത്രയാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 2 സൈഡ് കിട്ടി. വീണ്ടും അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ സൈഡ് കിട്ടി. വീണ്ടും മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക, അത് കിട്ടി. മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ പിന്നെ 4ാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഈ 2 സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വീണ്ടും പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എത്രയൊക്കെ ആയിരിക്കും. ട്രയാങ്കിൾ ഫസ്റ്റ് നോക്കിയേ. ട്രയാങ്കിൾ ഫസ്റ്റിൻ്റെ ബേസ് 1 മീറ്ററാണ്, ഹൈറ്റ് 1 മീറ്ററാണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ 1ൻ്റെ ബേസ് സ്ക്വയർ എന്താണ്? ബേസ് സ്ക്വയർ, ബേസ് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. ബേസ് സ്ക്വയർ 1. അതുപോലെ ഹൈറ്റും 1 ആണ്. ഹൈറ്റ് സ്ക്വയർ എന്താണ്? ഹൈറ്റ് സ്ക്വയർ എന്താണ്? 1 സ്ക്വയർ, അത് 1 തന്നെ. അപ്പോൾ ഇനി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നോക്കാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്താണ്? 1. ഹൈറ്റ് സ്ക്വയർ എന്താണ്? 1. അതായത് 1 + 1 2. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2 കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √2. നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മതി. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് 10th അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ട്രയാങ്കിളിലേക്ക് ആവശ്യം ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇത് മതി 2. ഇനി അതുപോലെ സെക്കൻഡ് ട്രയാങ്കിളിൽ ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്താണ്? 1. ഹൈറ്റ് √2. അപ്പം നമുക്കിവിടെ ഇതിൻ്റെ സ്ക്വയർ മതി. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 തന്നെ വരും. ഹൈറ്റ് സ്ക്വയറാ 2 നമുക്കിവിടെ കിട്ടി. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 സ്ക്വയർ. അതുപോലെ ഹൈറ്റ് സ്ക്വയർ എന്താണ്? 2 ആണ്. therefore നമുക്കിനി അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ്
ഹൈറ്റ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്താണ്? 1 പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്താണ്? 2. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ത് വരും? 3. ഓരോന്നിൻ്റെ ഫിഗർ വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇവിടെ വരച്ചിടാം കേട്ടോ. ഇത് ട്രയാങ്കിൾ ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് 1, ഹൈറ്റ് 1. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √2. അതുപോലെ സെക്കൻഡ് ട്രയാങ്കിൾ ഇങ്ങനെ വരും. ഇതിൻ്റെ ബേസ് 1, ഹൈറ്റ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് √2. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് കിട്ടിയത് 3. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √3. ഇവിടെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മാത്രം മതി, മനസ്സിലാകാൻ വേണ്ടി ഞാനിത് എടുത്ത് വരച്ചു എന്ന് മാത്രം കേട്ടോ. ഇനി തേർഡ് ട്രയാങ്കിൾ. തേർഡ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്താണ്? ബേസ് സ്ക്വയർ. ബേസ് എല്ലാത്തിൻ്റെയും 1 ആണ് അല്ലേ? അപ്പം 1 സ്ക്വയർ 1 തന്നെ. ഇനി ഹൈറ്റ് സ്ക്വയറാ? ഹൈറ്റ് സ്ക്വയർ 3 ആണ്. കാരണം രണ്ടാമത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, മൂന്നാമത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് സ്ക്വയർ എന്ത് വരും? 3. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആ മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. 1 പ്ലസ് 3 4 ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇനി ഇതേപോലെ നമുക്ക് ഫോർത്ത് ട്രയാങ്കിൾ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ബേസ് സ്ക്വയർ എന്താണ്? ബേസ് സ്ക്വയർ എപ്പോഴും 1 തന്നെയാണ്. 1 സ്ക്വയർ 1. ഹൈറ്റ് സ്ക്വയറാ? ഹൈറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അതായത് മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നാലാമത്തെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്താണ്? 4. ഹൈറ്റ് സ്ക്വയർ ആണ് 4. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ത് വരും? സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് സ്ക്വയർ 1, ഹൈറ്റ് സ്ക്വയർ 4. അപ്പോൾ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 5 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 3, തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 4, ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ 3. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ 1 കൂടുതൽ അല്ലേ? അപ്പോൾ 2 ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതിൽ സെക്കൻഡ് ട്രയാങ്കിൾ ആണെങ്കിൽ 3 ആണ്, തേർഡ് ട്രയാങ്കിൾ ആണെങ്കിൽ 4 ആണ്, ഫോർത്ത് ട്രയാങ്കിൾ ആണെങ്കിൽ 5 ആണ്. അങ്ങനെ ഫിഫ്ത്ത് ട്രയാങ്കിൾ ആണെങ്കിലോ 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10th ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്തായിരിക്കും? 10 + 1 11 ആയിരിക്കും. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ 1 + 1 2 ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ സെക്കൻഡ് ആണ്, അപ്പോൾ 2 + 1 3. അങ്ങനെ പോകണം. 10th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്തായിരിക്കും? 10 + 1 11 ആയിരിക്കും. മനസ്സിലായല്ല? 10th ട്രയാങ്കിളിൻ്റെ ബേസ് സ്ക്വയർ എന്തായിരിക്കും? ബേസ് സ്ക്വയർ എല്ലാത്തിൻ്റെയും 1 സ്ക്വയർ ആണ്, അപ്പോൾ 1 ആയിരിക്കും. ഇനി ഹൈറ്റ് സ്ക്വയർ 10 ആയിരിക്കും. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 1 സ്ക്വയർ, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 2 സ്ക്വയർ, തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ അതുപോലെ 10th ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ എന്താണ്? 10 ആണ്. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 1 ഹൈറ്റ് സ്ക്വയർ, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 2,
തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 3, ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 4. അപ്പോൾ 10th ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 10 ആയിരിക്കും. അത് നിങ്ങൾ നേരത്തെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഹൈറ്റ് സ്ക്വയർ 10 ആണ്. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്താണ് 1, ഹൈറ്റ് സ്ക്വയർ എന്താണ് 10. അപ്പോൾ 1 + 10 11. അപ്പം 10th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 11 കിട്ടി. ഇനി അതിൻ്റെ സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. 10th ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് √11. അപ്പം ഈ 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെ വരും? ബേസ് 1 ആണ് അല്ലേ? ഇത് ബേസ് സ്ക്വയർ 1 സ്ക്വയർ, ബേസ് അപ്പം എന്താണ് 1 ആണ്. ഹൈറ്റ് സ്ക്വയർ ആണ് 10. അപ്പോൾ ഹൈറ്റ് എന്താണ്? √10 ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് √11. പിന്നെ 10th ട്രയാങ്കിളിൽ ഓരോ സൈഡ്സും എഴുതണം. ഹൈപ്പോട്ടന്യൂസ് √11, ബേസ് എന്താണ് 1, √11 മീറ്റർ, 1 മീറ്റർ. അതുപോലെ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് സ്ക്വയർ ആണ് 10. അപ്പോൾ ഹൈറ്റ് എന്താണ്? √10 മീറ്റർ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ചെയ്തല്ല ഇവിടെ ചോദിച്ചിരിക്കുന്ന സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ അല്ലേ? സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ are 1 meter, √10 meter and √11 meter. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ, അതിൻ്റെ സൈഡ്സൊക്കെ നമുക്കിപ്പോൾ കിട്ടിയല്ലോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നത്. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു, അതിൻ്റെ സൈഡ്സ് നമുക്ക് കിട്ടിയല്ല 1, √10, √11. ഇതാണ് 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ഇസ് 1 + √10 + √11. ഇത്രയുമാണ് 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇത്രയും മീറ്ററാണ് കേട്ടോ, ഇത്രയും യൂണിറ്റ് മീറ്റർ. ഇനി നമുക്ക് 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണണം. അപ്പോൾ അതിനായിട്ട് 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. 9th ട്രയാങ്കിൾ എടുക്കാം. നയൻത്ത് ട്രയാങ്കിൾ നമുക്കൊന്ന് റഫായിട്ട് ഇവിടെ വരച്ച് നോക്കാം. ബേസ് എല്ലാത്തിൻ്റെയും 1 ആണ്. ഇനി 9th ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ച് ഓരോ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 1 സ്ക്വയർ, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ 2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 9th ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സ്ക്വയർ എന്താണ്? ആദ്യം ഇവിടെ ബേസ് സ്ക്വയർ എഴുതിയേക്കാം. ബേസ് സ്ക്വയർ 1, അതുപോലെ ഹൈറ്റ് സ്ക്വയർ എന്ത് വരും? 9. അപ്പോൾ ഇതിൻ്റെ സൈഡ് എന്ത് വരും? ഹൈറ്റ് സ്ക്വയർ 9. അപ്പോൾ സൈഡ് എന്താ? ഹൈറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 3 ആയിരിക്കും. ഹൈറ്റ് സ്ക്വയർ 9. അപ്പോൾ ഹൈറ്റ് = സ്ക്വയർ റൂട്ട് ഓഫ് 9. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് എന്താണ്? ബേസ് സ്ക്വയർ എന്താണ്? 1. ഹൈറ്റ് സ്ക്വയർ എന്താണ്? 9. അപ്പോൾ 10. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 10. നമുക്കിത് ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ഓരോ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ വരുന്നത് എങ്ങനെയാണെന്ന്
കണ്ടുപിടിച്ചു അല്ലേ. ഇപ്പം അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ ഓരോന്നും ചെയ്തെന്നോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്നും ചെയ്തതാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 10 ആണ്. നമുക്ക് സൈഡ് വേണ്ടേ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സൈഡാണല്ലോ വേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 10. അപ്പോൾ ഈ സൈഡ് എന്താണ്? റൂട്ട് 10. അപ്പോൾ 9th ട്രയാങ്കിളിൻ്റെ 3 സൈഡും കിട്ടി. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കാണാം. പെരിമീറ്റർ എന്താണ്? 3 സൈഡും കൂടെ ആഡ് ചെയ്യുക. അതായത് 1 + 3 + റൂട്ട് 10. 1 + 3 + റൂട്ട് 10 മീറ്റർ. അപ്പോൾ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കിട്ടി, 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കിട്ടി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണണം. ഡിഫറൻസ് ഓഫ് പെരിമീറ്റേഴ്സ്. ഡിഫറൻസ് ഓഫ് പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 10th നിന്ന് 9th മൈനസ് ചെയ്യുക. അപ്പോൾ 10th എന്താണ്? 1 + റൂട്ട് 10 + റൂട്ട് 11. ഇത് 10th. മൈനസ് ഓഫ് 9th 1 + 3 + റൂട്ട് 10. അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. -n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ഇത് ടേംസിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ആദ്യത്തേത് 1 + അതുപോലെ തന്നെ റൂട്ട് 10 + റൂട്ട് 11 മൈനസ് ഓഫ് മൈനസ് കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു പോസിറ്റീവ് ഇത് -1, മൈനസ് ഇൻറ്റു 3 -3, മൈനസ് ഇൻറ്റു റൂട്ട് 10 റൂട്ട് 10. അപ്പോൾ ഇവിടെ +1 -1 പോയി. അതുപോലെ റൂട്ട് 10 റൂട്ട് 10 പോയി. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? റൂട്ട് 11 -3 ആണ്. അപ്പോൾ റൂട്ട് 11 -3 ആണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് അല്ലേ. റൂട്ട് 11 -3. അപ്പോൾ 10th ട്രയാങ്കിളും 9th ട്രയാങ്കിളും തമ്മിൽ ഡിഫറൻസ് റൂട്ട് 11 -3 മീറ്റർ ആണ്. 10th ട്രയാങ്കിൾ റൂട്ട് 11 -3 മീറ്റർ മോർ ദാൻ 9th ട്രയാങ്കിൾ ആണ്. അപ്പം നമുക്കത് ഫൈനൽ സ്റ്റെപ്പായിട്ട് എഴുതാം. Perimeter of 10th triangle is root 11 - 3 meter more than perimeter of 9th triangle. What is the hypotenuse of a right triangle with perpendicular sides root 2 centimeters and root 3 centimeters? How much more is the sum of the perpendicular sides than the hypotenuse? അതായത് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കണം. അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബേസും ഹൈറ്റും അല്ലെങ്കിൽ പാദവും ലംബവും തന്നിട്ടുണ്ട്. ഹൈപ്പോട്ട്ന്യൂസ് അല്ലെങ്കിൽ കർണം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ പെർപെൻഡിക്കുലർ സൈഡ്സും ഈ ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് കാണേണ്ടത്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. അതായത് ബേസും ഹൈറ്റും അല്ലെങ്കിൽ പാദവും ലംബവും തന്നിട്ടുണ്ട്. റൂട്ട് 2 സെൻറ്റിമീറ്റർ റൂട്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ബേസ് റൂട്ട് 2 സെൻറ്റിമീറ്റർ ആയിട്ടും ഹൈറ്റ് റൂട്ട് 3 സെൻറ്റിമീറ്റർ ആയിട്ടും എടുത്ത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണുള്ള ഹൈപ്പോട്ട്ന്യൂസ് അല്ലെങ്കിൽ കർണം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈപ്പോട്ട്ന്യൂസ് ആണ്. വാട്ട് ഈസ് ദ ഹൈപ്പോട്ട്ന്യൂസ്? അപ്പം നമ്മളിവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കാം. എന്താണ് പൈത്തഗോറസ് തിയറം? ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് എന്താണ്? റൂട്ട് 2 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്താണ്? റൂട്ട് 3 സ്ക്വയർ. റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്താണ്? 2.
അതുപോലെ √3യുടെ സ്ക്വയർ എന്താണ് 3. 2 + 3 5. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 5. ദെർഫോർ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ഈസ് √5 സ്ക്വയർ റൂട്ട് ഓഫ് 5. √5 സെന്റിമീറ്റർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടി √5 സെന്റിമീറ്റർ എന്ന് കിട്ടി. രണ്ടാമത്തെ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് മോർ ഈസ് സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ഹൈപ്പോട്ടന്യൂസ്. അതായത് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേസിന്റെയും ഹൈറ്റിന്റെയും സമ്മ്. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്തൊക്കെയാണ്? ബേസ് പ്ലസ് ഹൈറ്റ്. ബേസ് എന്താണ്? √2. അതുപോലെ ഹൈറ്റ് എന്താണ്? √3. ഈ √2ന്റെ വാല്യൂ നമുക്കറിയാലോ. √2 എന്താണ്? 1.414 പ്ലസ് √3 എന്താണ്? 1.732. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 1.414ഉം 1.732. 6 4 1 3 3.146 ആണ്. 3.146 സെന്റിമീറ്റർ ആണ് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മ്. ഇനി ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? √5 സെന്റിമീറ്റർ ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് സം ഓഫ് ഈ പെർപെൻഡിക്കുലർ സൈഡ്സും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള ഡിഫറൻസ്. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് മൈനസ് ഹൈപ്പോട്ടന്യൂസ്. അതായത് സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് 3.146 മൈനസ് ഹൈപ്പോട്ടന്യൂസ് എന്താണ്? √5. 3.146 മൈനസ് √5. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ദർഫോർ നമുക്ക് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എത്ര കൂടുതൽ എന്നാണ്. അപ്പൊ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ 3.146 മൈനസ് √5 സെന്റിമീറ്റർ മോർ ദാൻ hypotenuse. Therefore, hence sum of perpendicular sides are 3.146 minus √5 centimeter more than hypotenuse.